എല്ലാം ഫുള്ള് കാണാൻ പറ്റും. ഇവിടെ വന്നപ്പോ നല്ല തണുപ്പ് കേട്ടോ. ഹലോ മച്ചന്മാരെ, SLEET പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ ഉള്ള കാണാനായിട്ടില്ലേ മച്ചന്മാരെ, നമ്മുടെ വീട്ടിനടുത്ത് തൊട്ടടുത്തുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നേരത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നമ്മൾ ചെറുതായിട്ട് എല്ലാവരും ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ജസ്റ്റ് വീട്ടിനടുത്തുള്ള സ്ഥലങ്ങൾ പരിചയപ്പെടുത്തിയിട്ടായിരിക്കും മിക്കുള്ളവരും ട്രാവലിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ട്രാവലിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സ്ഥലം നമ്മുടെ മലമേൽ പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. പക്ഷേ അന്ന് ചെയ്ത വ്ളോഗിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ഇവിടോട്ട് വരണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനമാണ്. ഇന്ന് ഇതിവിടെ ടൂറിസം വകുപ്പ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുക്കുന്ന ചെറിയൊരു വിശേഷ ദിവസം കൂടിയാണ്. ഇതാണ് മലമേൽ പാറയിലേക്ക് കയറി വരാനുള്ള കവാടവും കാര്യങ്ങളൊക്കെ. അപ്പം ഇത് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിക്കാട് നിന്ന് പിന്നെ അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്നും എല്ലാം വരാനുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇതാണ് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയായിട്ട് ഇവിടം വരെ വരാം. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഈ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇതിൻ്റെ ഫുള്ള് വ്ളോഗും കാര്യങ്ങളും എല്ലാം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മേലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാനിപ്പോൾ മെയിനായിട്ട് ഈ ഒരു വ്ളോഗിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളുമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് എൻട്രിയിൽ വരുമ്പം തന്നെ ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മലമേൽ ടൂറിസത്തിൻ്റെ ഒരു DTPCയുടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയൊരു പൂത്തോട്ടത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നടന്ന് നമുക്ക് വൈബ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലം മൊത്തം ഇതുപോലെ കല്ല് നിരത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കല്ല് കാര്യങ്ങൾ, ഈ പോസ്റ്റൊക്കെ ഇപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്. ഈ പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ ഒരു ഭാഗമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഇതുവഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ഭാഗത്തും അവിടെ ഒരു പാറയുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ ഇതാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ, നല്ലൊരു ഓഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു ചെറിയതായിട്ട് ഇറങ്ങി നിൽക്കാനായിട്ട് ഒരു വേലിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി ഇങ്ങനെ നിന്ന് അത്യാവശ്യം ഇവിടെ കുറച്ച് നേരം വേണമെങ്കിൽ നിൽക്കുകയൊക്കെ ചെയ്യാം. ടിക്കറ്റ് എടുക്കാൻ വരുന്നതിന് മുമ്പായിട്ട് ആൾക്കാർക്ക് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി നേരെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊക്കെ ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു പൂന്തോട്ടത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിലുള്ളൊരു പൂന്തോട്ടത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴത്തേനല്ല ഇവിടെ കുറേ ബെഞ്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ ഉള്ള ബെഞ്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഏറ്റവും കിടിലം വ്യൂ കിട്ടണമെങ്കിൽ ആ ഒരു ടോപ്പിൽ പോകണം. അവിടോട്ട് നമുക്ക് പോകാം. അതിന് മുമ്പ് വേണ്ടേ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം ഗ്രില്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇരിക്കാനായിട്ട് അവിടെയും ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാം കേട്ടോ. അവിടെ 3 ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3, ഇവിടെ നിന്ന് 2, ഏകദേശം ഇവിടെ തന്നെ ഒരു 8 ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ നിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല വൈബാണ്.
നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമാദ്യം, അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ടൂറിസം വകുപ്പ് നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത സുദിനമാണ്. നവോദയ കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലായി 26 ടൂറിസം പദ്ധതികൾക്കാണ് ഇന്ന് തുടക്കമിടുന്നത്. അങ്ങനെ ഉദ്ഘാടനം കാര്യങ്ങളെല്ലാം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടുത്തെ ജസ്റ്റ് പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് അവിടെയൊക്കെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. അത് ഞാൻ നേരത്തെ കാണിച്ചല്ല, ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതിനുശേഷം ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അത്യാവശ്യം ഇവിടെയും ഒരുപാട് ബെഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുന്ന് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവഴി പോയി ഇവിടെ ചെറിയൊരു ഗാർഡൻ കണക്ക് സെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. പണി ഇവിടുത്തെ ഫിനിഷ് ആയിട്ടില്ല. ചെറിയൊരു ഗാർഡൻ കണക്കൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെയും 2 ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് കാറ്റ് കൊണ്ട് നമുക്ക് വ്യൂ കാണാനുള്ള ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ വേണ്ട. മാൻ അത്യാവശ്യം ഇവിടെയൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു റിലാക്സേഷൻ ഉണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വൈബും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത്. അത്യാവശ്യം ഇവിടെ 2 ചെയറാണുള്ളത്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു കൂൾ മൈൻഡാണ്. അത്യാവശ്യം ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും സൂപ്പറാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പം കാണുന്ന ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. അത് അവിടെയാണ് നമ്മൾ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഭയങ്കര ഒരു മരം ഉണ്ടായിരുന്നു. ആ മരം അവർ നടുക്ക് വെച്ച് മുറിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ആയിരുന്നു തണലത്തൊക്കെ വന്ന് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് തണലത്തൊക്കെ ഇരിക്കും. ഇവിടുന്ന് പിന്നെ നടന്നു വരുമ്പോൾ ഇവിടം വരെ അവർ നമ്മൾ ആ റോഡിൽ നിന്ന് കാണിച്ച കല്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗം വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് പിന്നീട് നമ്മൾ പാറയിൽ കൂടെ വേണം നടന്ന് പോകാനായിട്ട്. പിന്നെ മൊത്തം പാറയാണ് കേട്ടോ. പോകാനുള്ള വഴി തെളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുവഴി നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിലെ വ്യൂവിലെത്താം. നമുക്ക് ടോപ്പിൽ പോവാം. മുകളിലോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇക്ക പിറകെ വരുന്നുണ്ട്. ഇക്കായെ കാണിച്ചില്ല, ഇൻട്രോയിൽ കാണിക്കാൻ പറ്റിയില്ല, അവിടെ തിരക്കായിരുന്നു. അപ്പം ഇക്കായി ഞാനും കൂടെ മേലോട്ട് പോവാണ്. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരണം. വേറെ ഇവിടെ വഴി വെട്ടിയിട്ടില്ല. അത്യാവശ്യം അവിടം വരെ അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ കയറാനുണ്ട് കേട്ടോ. നമ്മൾ പത്തനംതിട്ടയിൽ അഞ്ചുമല പാറയിൽ പോയപ്പോഴത്തേന് കയറിയതിനെക്കാട്ടിയും അത്രയും നടക്കണ്ട, പക്ഷേ നല്ല രീതിയിൽ കയറാനായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വേണം വരാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ ആ ഒരു ടോപ്പിലോട്ട് പോയി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആരെങ്കിലൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെയും കൂടെ വന്നിട്ട് പോവാം കേട്ടോ. അവിടം വരെ മാത്രം വന്നിട്ട് മക്കളായിരുന്നു. അയ്യോ, കിടിലോസ്കി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ചേട്ടൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആക്കിയിട്ട് എടുത്തോ കേട്ടോ. ഒറ്റ സ്ട്രിപ്പിൽ എടുക്കണ്ട, അവൻ പോവും. അപ്പോൾ നമ്മൾ മേളിൽ ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം കേട്ടോ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വ്യൂ. കിതച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫീല് കിട്ടില്ല അവിടെ. ഇല്ലടാ, ഉച്ചയ്ക്ക് ആയതുകൊണ്ടൊരു ഫീല് കാണത്തില്ല. ഒന്നീ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് സമയത്ത് വരണം, എന്നാൽ മാത്രമേ ആ ഒരു ഇതൊക്കെ കിട്ടത്തുള്ളൂ. നേരത്തെ ഈ ഒരു കെട്ടിടമാടാ ഫുള്ള് വരച്ച് കുറിച്ച് ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഈ ഒരു കെട്ടിടത്തിൻ്റെ അവസ്ഥ. ഇത് ലോക്കാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ലോക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ വീണ്ടും ടോപ്പിലോട്ട് കയറുവാണ്. അപ്പോൾ അങ്ങോട്ട് കയറുന്ന പോകാൻ അടിപൊളിയാണ് കേട്ടോ. കണ്ട, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടല്ല പോകണ്ടേ, ജസ്റ്റ് നമുക്ക് ഇവിടെ വന്ന് വേണേ ഇങ്ങനെ നിൽക്കാം. മാൻ, വാ, അടിപൊളി ഒരു ഇതാണ് കേട്ടോ. കണ്ട, ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാം. പക്ഷെ നമുക്ക് പോകേണ്ടത് മുകളിലോട്ടാണ്. അങ്ങോട്ടാ പോകേണ്ട കഴിയൂടെ. അവിടെ ആ ഗുഹ തുരങ്കം കണക്കിരിക്കുന്ന ആ ഗുഹയെന്ന് കാണിച്ചു കൊടുത്തേ. അവിടെ ഈ ഗുഹയെ കൂടെ വേണം പോകാനായിട്ട്. ഇങ്ങോട്ട് വെക്കാം. ഓഹോ, ഇവിടെയും ക്യാമറ, ഇവിടെയും ക്യാമറ. ഇത് ഏത് ക്യാമറയിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതുവഴി കയറുവാണ്. എങ്ങനെയുണ്ട്? ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ് കേട്ടോ. പക്ഷേ ഈ ഒരു ഉച്ച സമയം, ഞാൻ രാവിലെ അല്ലെങ്കിൽ ഈവനിങ്ങിലോ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പം വന്നപ്പോൾ ഇനിയിപ്പം വീഡിയോ ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ കയറാൻ പറ്റും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടോപ്പിലത്തെ വഴിയൊക്കെ.
നല്ല വെയിലുണ്ട് കേട്ടോ. വെയിൽ തന്നാലും ആ കാറ്റുള്ളത് കൊണ്ട് വെയിലിന്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി. ആ എന്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേ കാണിച്ചു കൊടുത്തിട്ടുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്, ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ജഡായിപ്പാറാണ്. ഇവിടെ നിന്ന് നോക്കി എത്ര പള്ളി ഉണ്ടെന്ന് കാണാം. പരുന്ത് ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ടോ, അതുകൊണ്ട് പോയി. അപ്പൊ മച്ചാമാരെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാറ്റടിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഈ ക്യാമറയിൽ പറയുന്നതൊക്കെ കിട്ടുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇവിടുത്തെ ഒരു രാവിലത്തെ വൈകിട്ടത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിരാശപ്പെടത്തില്ല കേട്ടോ. ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പക്ഷെ ഇനി വരണമെന്നുണ്ടെങ്കിൽ പാസ് കൊടുക്കണം. നമ്മുടെ RSPയുടെ കഴിഞ്ഞ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇവിടെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാനില്ല. ഇവിടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. ഓ മാൻ നോക്കി. അപ്പം നമ്മള് അങ്ങനെ വലിഞ്ഞു പിടിച്ചതാണ്ട് മലവേപ്പാറയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പൊ മലവേപ്പാറ വരുന്നവര് ആ ഒരു ഭാഗത്ത് നമ്മുടെ അവിടെ മാത്രം വന്നിട്ട് തിരിച്ചു പൊക്കളയില്ല കേട്ടോ. വരുന്നെങ്കിൽ ഈ ടോപ്പിൽ കയറി ഇവിടെ നിൽക്കണം. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ട് ഈ ടോപ്പിൽ കയറി ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഇരുന്ന് നോക്കണം മച്ചാന്മാരെ. നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറും. കൂൾ മൈൻഡ്, ചില്ല് മൈൻഡ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ കയറി വന്നേ. ഇനി ഇതുവഴി തന്നെ ഇറങ്ങിപ്പോണം. അതുകൊണ്ട് അവിടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ആൾക്കാർ തിരിച്ച് പൊക്കോണ്ടിരിക്കുന്നു. അപ്പം നമുക്കും പോവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് മച്ചാന്മാരെ. വന്ന വഴി കൂടെ തന്നെയാണ് ഇറങ്ങാൻ പറ്റുക. അതുവഴിയേ പറ്റത്തുള്ളൂ. ആകെ ഒരു പാറ എടുക്കുക. ഇവിടെ വരുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചു വേണം വരാൻ. സൂപ്പർ റൈഡ് മോഡിൽ ഇട്ടിട്ട് ഇറങ്ങുന്നതെന്ന് അറിയാം. ഹെൽമെറ്റും ബാഗൊക്കെ എൻ്റെ കൈ വന്നു തിരിച്ച്. യെസ് എൻ്റെ അമ്മേ, മോനെ. യെസ് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. യമ്മി. മച്ചന്മാരെ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ പോയപ്പോഴത്തേന് പറഞ്ഞായിരുന്നു അവിടെ പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിന്റെ ബാക്കി പണിയുടെ കാര്യവും ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ബൈനോക്കുലറിന്റെ ഒരു കാര്യം കൂടെ. അതിന്റെ എല്ലാം കൂടെ നമ്മുടെ ഈ ഒരു കൺസെഷൻ നടത്തുന്ന സാറിനോട് നമുക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ചോദിക്കാം. അപ്പോൾ സാറേ ഇനിയിപ്പം നമ്മളവിടെ ഉദ്ഘാടന സമയത്ത് കേട്ടായിരുന്നു ബൈനോക്കുലറിന്റെ കാര്യം കേട്ടായിരുന്നു. അതിന്റെ ജസ്റ്റ് ഒരു ഇന്ന് പറഞ്ഞുതരാമോ? അതൊരു ഒബ്സർവേറ്ററി ആണ് ചെയ്യുന്നത്. ഒബ്സർവേറ്ററി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അവരുടെ സാങ്കേതികത്വത്തോടെ ചെയ്യുന്നതാണ്. ബിൽഡിംഗ് അത് വയ്ക്കുകയാണെങ്കിൽ ഒബ്സർവേറ്ററി എല്ലാവർക്കും കാണാൻ പറ്റും. ടൂറിസ്റ്റുകൾക്കും ഗ്രഹങ്ങളൊക്കെ വീക്ഷണം ചെയ്യാം. ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണങ്ങൾ സമയങ്ങളിലൊക്കെ സ്പെഷ്യൽ ഇവൻസിലൊക്കെ അല്ലാത്തപ്പോഴും ഗ്രഹങ്ങളൊക്കെ വീക്ഷണം ചെയ്യാം. ബൈനോക്കുലർ എന്നല്ല, അത് ടെലസ്കോപ്പാണ്. ഒബ്സർവേറ്ററി ടെലസ്കോപ്പ്. ഓക്കെ, അതെവിടെ വരുന്നത് വെച്ചാൽ നമ്മുടെ ഏറ്റവും മുകളത്തെ പാറയിൽ അവിടെ ഇനി സ്ട്രക്ചർ വരും, ബിൽഡിംഗ് വരും. ആ പാറക്കകത്ത് ബിൽഡിംഗ് വെച്ചിട്ട് ബിൽഡിംഗ് ഒപ്പം തന്നെ ഇതുപോലുള്ള സേഫ്റ്റിയുടെ വാളും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അതിന്റെ ജസ്റ്റ് ആ ഒരു ഫിഗർ ഒന്ന് കാണിക്കാം. ഇനി അതിന്റെ ഇതായിട്ടുള്ള ഓക്കെ ഇതാണല്ലേ ഇനി അങ്ങോട്ട് നമ്മളിപ്പം കയറിപ്പോയ സ്ഥലത്ത്. അപ്പം പിന്നെ ഈ ഒരു പാറയൊക്കെ കട്ട് ചെയ്യേണ്ടി വരത്തില്ല അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ. അല്ല അപ്പം നമ്മൾ കയറിയേ ഒരു സ്ഥലത്ത് തീരെ ഇച്ചി വീതി കുറവാണ്, കോൺക്രീറ്റ് ചെയ്ത് ഡെമോ. ഓക്കെ ഏകദേശം പിന്നെ ഇതുപോലെ കയറുന്നതും. ഓക്കെ ഇതാണ് നമ്മുടെ ബൈനോക്കുലറിന്റെ ഇനി ഓക്കെ വരാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ ഏകദേശം. അപ്പം അവിടെ ഒരു റൂം നമ്മൾ പണ്ട് വന്ന സമയത്തൊക്കെ നമ്മളിവിടെ ഉള്ള നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ വന്ന സമയത്ത് ചീത്തയായിട്ട് കിടന്ന റൂമാണ്. അതൊക്കെ ഒന്ന് സ്ട്രെച്ച് വൃത്തിയാക്കി അതിനകത്താണോ ഈ ചുറ്റും ബൈനാക്കുലറും വെക്കുന്നുണ്ട്. അവിടെ വരുന്ന അവിടെ എന്താണ് ബൈനാക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടങ്ങളിൽ വീക്ഷണങ്ങൾ നാട്ടിന് ഉൾവശത്താണ് ഇതിന് ചുറ്റും നമുക്ക് ബൈനോക്കുലേഴ്സ്. ബൈനാക്കുലർ എന്ന് പറയുന്ന ഈ ടൈപ്പിൽ ബൈനാക്കുലർ വെച്ചിട്ട് ഇത് വഴിയാണ്. ഓ ഇങ്ങനെയാണല്ലേ സംഭവം. ബൈനാക്കുലർ വെച്ച് കാണാം. അതൊരു 4 അടി കഴിഞ്ഞാൽ ഈ പാറ എല്ലാം ഫുള്ള് കാണാൻ പറ്റും. ഇത് എന്നത്തേന് ഈ ഇതായിട്ട് ആൾ 2-3 മാസത്തിനുള്ളിൽ എല്ലാം ചെയ്യും. ഓക്കെ താങ്ക്സ് കേട്ടോ, താങ്ക്സ്. അപ്പം ഇവിടുത്തെ ഇനി വരാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. ഏകദേശം 2-3 മാസത്തിനുള്ളിൽ സെറ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പം വേറൊരു ലെവല് പദ്ധതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്നു. ഇപ്പം ജസ്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ കണ്ടതും
ഈ ഒരു ഭാഗത്തെ കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ടോപ്പിൽ പോയിട്ട് കാണിച്ച വ്യൂ ഉണ്ടല്ലോ, അവിടെ വരാൻ പോകുന്ന ഐറ്റമൊക്കെ ജഗജില്ലി ഐറ്റമാണ്. എന്തായാലും വളരെ നല്ല രീതിക്ക് വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. അതിൻ്റെ കാരണം കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ കൊള്ളാം. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ചവിട്ടിപ്പൊട്ടിച്ച് കിണി അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മച്ചാന്മാരെ ബൈ.